എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് വീടും പൂട്ടുകയാണ്, ഇറങ്ങാനായിട്ട് എവിടെയെങ്കിലും പോവാൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ ആദ്യം പോണത്, ഇപ്പോൾ ചേട്ടൻ കടയിലാണ്, അപ്പോൾ ഞാൻ കേശു മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് രമേശിൻ്റെ വീട്ടിലോട്ടായിരുന്നു. അവിടെ അമ്മ അവിടെയാണ് നിൽക്കണത്. അപ്പോൾ അവിടെ അനന്തുവിന് കാലിന് എന്തോ ചെറിയ പ്രശ്നം, അവൻ കളിച്ചിട്ട് കാല് ചെറുതായിട്ടൊന്ന് ചിറമ്പിയതുപോലെയൊക്കെ ആയി എന്നൊക്കെ അമ്മ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയി അനന്തുവിനെ നോക്കി. അവന് വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും നടക്കുമ്പോൾ വേദനയുണ്ട്. ചേച്ചിയുടെ വഴക്ക് പേടിച്ച ആളിങ്ങനെ വലിയ കാര്യമാക്കാതെയൊക്കെ നടക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് കുറേ സമയം ഇരുന്നതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി നേരെ കടയിലോട്ട് പോകണം. കടയിൽ പോണത് അനിയത്തി ഇന്ന് പോവുകയാണ്. തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അവൾ ഇന്ന് തിരിച്ച് ദുബായിക്ക് പോവുകയാണ്. അപ്പോൾ അവൾക്ക് കൊടുക്കാനായിട്ട് കുറച്ച് സ്നാക്സ് ഐറ്റംസ് കൊടുത്തു വിടാനായിട്ട് വാങ്ങണം. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ആണ് ഞാനും കേശുവും കൂടെ രാവിലെ ഇറങ്ങിയത്. പോണ വഴിക്ക് അമ്മയെയും കണ്ട് ഇനി അവിടെ നിന്ന് നേരെ കടയിൽ പോയി അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ നല്ല ഫ്രഷായിട്ട് ചിപ്സും ഉപ്പേരിയൊക്കെ അവരിങ്ങനെ ഫ്രഷായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇടുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാമെന്നാണ് വിചാരിക്കണത്. അങ്ങനെ അവരെടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സാധാരണ കേസ് ഇവിടെ വന്നാൽ ഇറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കും, വരണില്ല എന്നൊക്കെ പറയും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വാങ്ങാൻ പോവുകയാണ്, കുഞ്ഞ് ഇന്ന് പോകുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഓടി വരണമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അയ്യോ ഞാൻ എന്ത് ചേട്ടൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് ബഹളമായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ചൂരമീൻ വാങ്ങാനല്ല, മീൻ വാങ്ങാനായിട്ട് ചന്തയിൽ പോയി. ഞങ്ങൾ കുളത്തൂർ പോകും വഴി അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു, നീ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും മീനുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് വാ, ചൂര കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. കാരണം വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മീൻ വാങ്ങാനായിട്ട് വന്നപ്പോഴേക്കും ചൂര മീൻ തന്നെ കിട്ടി. ഇന്ന് മീൻ ഒരുപാടുണ്ടായിരുന്നെന്ന് തോന്നുന്നത്, നെത്തോലിയും ചാളയും അയലയും അങ്ങനെ ഒരുപാട് മീനുകൾ ഇരിക്കുന്നത് ഉണ്ട്. അതിൽ നിന്ന് ഒരു വലിയ ചൂര നോക്കി തന്നെ വാങ്ങിച്ച് ഈ ചൂര മീനിന് 250 രൂപയായിരുന്നു റേറ്റ്. അങ്ങനെ മീനും വാങ്ങിച്ച് പിന്നെ മരിച്ചിനി വാങ്ങണമായിരുന്നു. അങ്ങനെ ഇനി മരിച്ചിനി വാങ്ങണം. അങ്ങനെ ഈ അമ്മയുടെ കയ്യിൽ നിന്നാണ് സ്ഥിരം ഞാൻ മരിച്ചിനി വാങ്ങണത്. അപ്പോൾ മീൻ വാങ്ങണത് എന്നും ആ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ്. അങ്ങനെ മീനും മരിച്ചിനിയൊക്കെ വാങ്ങിച്ച് ചീരയൊക്കെ വാങ്ങിച്ചിങ്ങോട്ട് നേരെ കടയിലോട്ട് വന്ന്. അപ്പോൾ ഇനി കടയിൽ വന്ന് കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് ഇനി ഇവിടെ നിന്ന് പോകണം. ചേട്ടനെയും കൂടെ കൊണ്ടുപോയി വേണം ചിപ്സൊക്കെ വാങ്ങിക്കാനായിട്ട്. എനിക്ക് അത്ര വലിയ നമ്മളിങ്ങനെ നോക്കി വാങ്ങാനായിട്ടൊക്കെ ചേട്ടനെ അറിയാവും. പിന്നെ നമുക്ക് പരിചയമുള്ള ഒരു പയ്യൻ്റെ കട തന്നെയാണ്. അങ്ങനെ അവൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ചിപ്സും അതുപോലെ മസാലക്കപ്പലിൻ്റെയൊക്കെ വേണോ എന്ന് പറഞ്ഞിട്ട് അവനത് ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുകയാണ് ചെയ്തത്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള സാമഗ്രികളൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഇനി നേരെ വീട്ടിലോട്ട് പോയത്. ചേട്ടനാണെങ്കിൽ എപ്പോഴും ചിപ്സും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല ജിലേബിയൊക്കെ കിട്ടും ഇവിടെ നിന്ന്. ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് സ്ഥിരം വാങ്ങാറ്. അങ്ങനെ കുറേ സമയം അവൻ്റെ അടുത്ത് നിന്നിട്ട് അപ്പോൾ അവൻ പറഞ്ഞു തരും ഏതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ മധുരസേവ വാങ്ങിയപ്പോഴേക്കും അതൊരുപാട് വാങ്ങിച്ചാൽ ഇരിക്കുമ്പോൾ കാറി പോകില്ലേ, അങ്ങനെ അതുകൊണ്ട് അത് കുറച്ചേ വാങ്ങിച്ചോളൂ. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടാണ് പിന്നെ വീട്ടിലോട്ട് പോയത്. അവിടെ നിന്ന് തിരിച്ചു വന്ന് ഞാനും കേശുവും കൂടെ നേരെ ഞങ്ങളുടെ വണ്ടിയൊക്കെ കൊണ്ട് നമ്മളെ വീട്ടിൽ കൊണ്ട് വെച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴേക്ക് അച്ഛനും അമ്മയൊക്കെ നല്ല തിരക്കായിരുന്നു. അമ്മയ്ക്കിപ്പോൾ ഇന്നലെ കൗണ്ട് നോക്കിയ സമയത്ത് അമ്മയ്ക്ക് കൗണ്ടൊക്കെ കൂടിയിട്ടുള്ള സന്തോഷവും അമ്മയ്ക്കുണ്ട്. പിന്നെ നമ്മൾ പോവുകയല്ലേ, അനിയത്തി പോണതിൽ അവൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുത്തു വിടാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അമ്മ ഇവിടെ മാങ്ങ അച്ചാർ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതാ മരിച്ചിനി അപ്പോഴേക്ക് പെട്ടെന്ന് തന്നെ മരിച്ചിനി അടുപ്പത്താക്കി. മരിച്ചിനി അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇനി ചൂരമീൻ വെക്കണം. ചൂരമീൻ വലിയ മീനായിരുന്നു. അങ്ങനെ എനിക്ക് കട്ട് ചെയ്യണം എന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മീൻ അവിടെ നിന്ന് എടുത്തപ്പോഴേ അച്ഛൻ പറയുന്നുണ്ട്, നീ അവിടെ മീൻ വേയി, നിൻ്റെ അമ്മ വന്ന് കട്ട് ചെയ്തോളൂ എന്ന്. അച്ഛൻ പിന്നെ എല്ലാ കാര്യത്തിനും അച്ഛൻ സപ്പോർട്ടാണ്. അമ്മയ്ക്ക് പിന്നെ വയ്യാതെ കിടന്നിട്ടും നമ്മുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാനോ അവിടെ ആഹാരം ഉണ്ടാക്കാനോ എന്ത് കാര്യത്തിനായിരുന്നാലും നമ്മൾ ആവശ്യമേ ഇല്ല. അച്ഛൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. പിന്നെ അമ്മ വയ്യാതെ കിടന്നാലെന്ന് മാത്രമല്ല, എന്ത് കാര്യം ചെയ്താലും അച്ഛൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളവിടെ ചെന്നാൽ തന്നെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ചെന്നാലും അച്ഛൻ സമ്മതിക്കില്ല. അച്ഛൻ പറയും അതവിടെ ഞാൻ ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അങ്ങനെയാണ്, പണ്ടേ അച്ഛൻ അങ്ങനെയാണ്. അതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ അച്ഛനെന്തെങ്കിലും അസുഖം വന്നാലും അമ്മയുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആ ടെൻഷനില്ല. പക്ഷേ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ എന്ത് വയ്യായ്ക വന്നാലും അതിൻ്റെ അപ്പുറത്തെ സപ്പോർട്ടായിട്ട് അച്ഛൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അങ്ങനെതാ
ചൂരമീൻ അമ്മ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ചൂരമീൻ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് കൊളാക്കുമെന്നാണ് അച്ഛൻ ഇപ്പോഴും വിചാരം. ഞാൻ ഇതുപോലെയൊക്കെ കുറേയൊക്കെ ഇതിനൊക്കെ എക്സ്പേർട്ടായെന്ന് അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴും അംഗീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. പണ്ടത്തെ നിജിയാണ് അവർക്ക് ഇപ്പോഴും ഓർമ്മയും തോന്നുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ അച്ഛൻ അവിടെ മറ്റേ കിങ്ങിണിക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് തേങ്ങയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അമ്മ എൻ്റെ കൂടെ പറഞ്ഞ് അവനൊന്ന് കട്ട് ചെയ്തെടുത്തതെന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് അവൾ ചെയ്താൽ ശരിയാവില്ലെന്നും പറഞ്ഞ് അച്ഛൻ അത് നിന്ന് കട്ട് ചെയ്യുകയാണ്. പിന്നെ ഞാനത് പിടിച്ചു വാങ്ങിച്ചുകൊണ്ടാണ് ഞാനതിനെ കട്ട് ചെയ്ത് കുഞ്ഞു പീസാക്കിയത്. എനിക്കറിഞ്ഞൂടെ അച്ഛനും അമ്മയൊക്കെ അല്ല അമ്മയ്ക്ക് കുഴപ്പമില്ല. അമ്മ ഇപ്പോഴും നമ്മളെല്ലാം ചെയ്യുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഇപ്പോഴും എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അക്സെപ്റ്റ് ചെയ്ത് അവർ ചെയ്തിട്ടില്ല. ഇന്ന് അനീതിയും പറയാനുണ്ട്. അവൾ വന്നിട്ട് എന്തെങ്കിലും കറി വയ്ക്കാനോ മീൻകറി വയ്ക്കാനോ ഒക്കെ തുടങ്ങുമ്പോഴേക്കും അച്ഛൻ പറഞ്ഞാൽ നീ വെച്ചാൽ പറ്റൂല. പക്ഷെ അവൾ നല്ല അടിപൊളിയായിട്ട് കറികളൊക്കെ വെക്കുകയും ചെയ്യും. എന്നാലും അച്ഛൻ അത് അംഗീകരിക്കാനായിട്ടൊരു മടിയാണ് ഇപ്പോഴും. ഞങ്ങളൊക്കെ ഇത്രയും വളർന്നതും നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യണതും ഒക്കെ അച്ഛൻ ഇപ്പോഴും അറിഞ്ഞുകൂടെന്ന് തോന്നുന്നു. പണ്ടത്തെ അച്ഛൻ്റെ കൂടെ നിന്ന മക്കളെന്നാണെന്ന് തോന്നുന്നു അച്ഛൻ ഇപ്പോഴും മനസ്സിൽ. അപ്പോൾ നമുക്കൊരവസരം തരണ്ടേ. പിന്നെ ഞങ്ങൾക്ക് എനിക്ക് അത് കുഴപ്പമില്ല, ഒരു ഏളതും പോലെ ആവും. വീട്ടിൽ ചെല്ലുമ്പോഴേക്കും പിന്നെ ഭയങ്കര മടിയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. അത് ഞാൻ എപ്പോഴും പറയുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ അച്ഛൻ എനിക്കൊരു അവസരം താന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ തേങ്ങാപ്പൂളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ചീരയൊക്കെ വാങ്ങിക്കൊണ്ട് പോയായിരുന്നു വീട്ടിലത്തേക്ക്. പക്ഷേ ഇന്നലെ വെച്ചതിലും കുറച്ച് തോരൻ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ അമ്മ പറഞ്ഞ് നീ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതൊന്ന് ചൂടാക്കി വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതാണ് അവിടെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ അവിടെ മരിച്ചിന് വെക്കണുണ്ട്. പിന്നെ അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ കണ്ടില്ലേ. അച്ഛൻ അടുക്കളയിൽ എപ്പോഴും സജീവമായിരിക്കും. അപ്പോൾ അമ്മ അവിടെ മീനിന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ വെച്ച കൊഴിയാള മീനുണ്ടായിരുന്നു, അതിനെ വറ്റിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞമ്മയുടെ മോളേൻ്റെയും മോളും വാവച്ചിയും ഹസ്ബൻഡും മോനും ഒക്കെ ഉണ്ട് വീട്ടിൽ. അവരും പിന്നെ അതുപോലെ തന്നെ കിങ്ങിണിയും അഖിലും ഒക്കെ ആയിട്ട് അവർ വീട്ടിൽ ഷോപ്പിങ്ങിന് പോയിരിക്കുകയായിരുന്നു. കുറച്ച് ഡ്രസ്സൊക്കെ അവർക്ക് എടുക്കണം. അങ്ങനെ അവരെല്ലാവരും കൂടെ പോയിരിക്കുന്നത് കൊണ്ടാണ് ആരെയും കാണാത്തത്. ഇവിടെ രാവിലെ മുതൽ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും കേശു വന്നപ്പോഴേക്കും ആരുമില്ല. അവരെല്ലാവരും ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ കേശു ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. കേശു ആദ്യമുണ്ട്, ആദ്യക്കുട്ടനെ കാണാമെന്ന് പറഞ്ഞ് ഓടി വന്നതാണ് അവൻ്റെ കൂടെ കളിക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമാണ് കേശു അവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിനത്രയും അവിടെ ഓരോ കുണ്ടണികൾ കാണിച്ചുകൊണ്ട് നിൽക്കും. ഇന്നിനി അവൾക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കണം, ചിക്കൻ പൊരിച്ചു കൊടുത്തുവിടും. അങ്ങനെ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻസ് എല്ലാം. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അമ്മയാണ്, അത് മാത്രം അച്ഛൻ അറിഞ്ഞൂടെ, ഇല്ലെങ്കിൽ അതും കൂടെ അച്ഛൻ ഏറ്റെടുക്കുമായിരുന്നു. പിന്നെ ഇനി ചിക്കൻ പൊരിക്കാനുണ്ടല്ലോ. അപ്പോൾ അത് ഒരുപാട് ചിക്കനുണ്ട് പൊരിക്കാനായിട്ട്. അത് മൊത്തം നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കില്ല. അച്ഛൻ തന്നെ നിന്ന് ചെയ്തോളും. പിന്നെ നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ടും അച്ചാറിട്ടൊക്കെ വെച്ചിരിക്കുന്ന കണ്ടപ്പോഴേക്ക് അയ്യോ കണ്ടപ്പോൾ തന്നെ വായതിങ്ങനെ വെള്ളബദ്ധോടിരിക്കുകയാണ്. പണ്ട് നമ്മൾ അയലത്ത് പോകുമ്പോഴൊക്കെയായിരുന്നു ഇതുപോലെ ഈ നെല്ലിക്കയിൽ നമ്മൾ പറയുന്ന ലെവലോലിക്കയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇത് ലൂബിക്കയെന്നോ അങ്ങനെ കുറേ പേരുകളുണ്ട്. നമ്മുടെ ലെവലോലിക്ക ഇതിങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് തോന്നുന്നത് ഈ നെല്ലിക്ക ഇങ്ങനെ ഉപ്പിലിട്ട് അച്ചാറിട്ടൊക്കെ വെച്ചിരിക്കുന്നത് കാണുന്നത്. ഇത് ഭയങ്കര നൊസ്റ്റുമാണ് ഇതൊക്കെ കാണുമ്പോഴേക്ക്. അങ്ങനെ ഇതിപ്പോൾ അവൾക്ക് കൊണ്ടുപോകാനുള്ളതും ഉണ്ട്. അവൾക്ക് കൊണ്ടുപോകാൻ വെച്ചിരുന്നതെന്നാണ് ഇതൊക്കെ ഇപ്പോൾ എടുത്തത്. ബാലൻസ് കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും അറിയാമല്ലോ എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്നുള്ളത്. അങ്ങനെ മാങ്ങാച്ചാറൊക്കെ ഇട്ടതെല്ലാം കുപ്പിയിലാക്കണോണ്ട് ഇനി ഇതിനെല്ലാം പാക്ക് ചെയ്ത് വെക്കണമല്ലോ. അതൊക്കെ എല്ലാം അച്ഛൻ്റെ ജോലിയാണ്. അച്ഛനാണ് അതെല്ലാം ക്ലീനായിട്ട് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ രീതിയിൽ കൈ കടത്തുന്നത് അച്ഛന് ഇഷ്ടമല്ല. നമ്മൾ ചെയ്താൽ ശരിയാവില്ല എന്നാണ് അച്ഛൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു കുപ്പി മാങ്ങാച്ചാറും ഒക്കെ ഇട്ട് അങ്ങനെ അതൊക്കെ അവിടെ പാക്ക് ചെയ്ത് പിന്നെ ഇത് നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്ക അച്ചാർ ബാലൻസ് ഇരുന്നതിന് കേശു ഇതങ്ങനെ കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ കൊണ്ട് കൊടുത്തപ്പോൾ അവന് അച്ചാറിൻ്റെ അടുത്ത് വലിയ താല്പര്യമില്ല. നെല്ലിക്ക ഉപ്പിലിട്ടത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി അത് വേണമെങ്കിൽ അവൻ ഒറ്റയിരിപ്പിന് ആ കുപ്പി മുഴുവൻ തിന്നും. അതുപോലെയാണ് കേശുവിൻ്റെയും സ്വഭാവം. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. ചക്കയും മാങ്ങയും നെല്ലിക്കയും ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അവന് ഭയങ്കര ഇഷ്ടമാണ്. ഈ പുളിയുള്ള മാങ്ങയൊക്കെ ഉണ്ടല്ലോ, അയ്യോ നമുക്ക് കഴിക്കുമ്പോഴേക്ക് ഭയങ്കര പുളിപ്പെന്ന് തോന്നും. എന്നാൽ ആ പുളിപ്പും ഞാൻ കഴിക്കുന്നതാണ്. എന്നാലും ഞാൻ കഴിക്കാത്ത അത്ര പുളിപ്പാണെങ്കിൽ മാത്രം ഞാൻ കഴിക്കാത്തേ ഉള്ളൂ. ആ മാങ്ങ പോലും കേശു കഴിക്കും. അപ്പോൾ ഇവിടെ ഒരടുപ്പിൽ മീനും ഒരടുപ്പിൽ മരിച്ചിനിയും ഒക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചൂരമീൻ കട്ട് ചെയ്ത് അടുപ്പത്താക്കി. ഇനി അതും കൂടെ ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിശപ്പ്. വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിലും അങ്ങനെയാണ്, ഭയങ്കര വിശപ്പാണ്. ഇനി അങ്ങനെ അതിൽ വാങ്ങിച്ചൊഴിച്ചാൽ മതി. പോയില്ല. അപ്പോൾ ആദ്യം വരും. അപ്പോൾ നമ്മളിവിടെ നിൽക്കും.
അച്ഛൻ ഇവിടെ അച്ചാറുകളൊക്കെ എല്ലാം പാക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതിനെ ഇതുപോലെ സീൽ ചെയ്ത് വെക്കും, ഒട്ടും കളയാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അതിന് നല്ല ഭംഗിയായിട്ട് ഫുൾ കവർ ചെയ്ത് വെക്കുന്നത് അച്ഛനാണ്. ഇതെല്ലാം കണ്ട് കേശുവിനെ അറിയാം. ആ കേശു ഇവിടെ നിൽപ്പുണ്ട്. കേശുവിന് മനസ്സിലാവില്ല അവർ ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അത്ര പിടുത്തമില്ല, അവരങ്ങ് പോവും എന്നുള്ള കാര്യം കേശുവിനെ അറിഞ്ഞൂടാ. അപ്പോൾ ആ നെല്ലിക്ക കണ്ടപ്പോഴേക്കും ഞാനും കേശുവും കൂടെ വന്നിട്ട് ബാക്കിയിരിക്കുന്ന നെല്ലിക്കയും കൂടെ ഇവിടെ നിന്ന് പറിച്ചെടുക്കുകയാണ്. നമുക്ക് വീട്ടിൽ കൊണ്ട് ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതിൽ നിറച്ച് നീറുണ്ട്. അയ്യോ, ഇങ്ങനെ കൊലകൊലയായിട്ട് പുളിയുറുമ്പുണ്ടല്ലോ, ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. അത് നോക്കി എടുത്തില്ലെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. പിന്നെ ഈ നെല്ലിക്കയ്ക്ക് ഇപ്പോൾ ഇവിടെയൊന്നും അങ്ങനെ അധികം കാണാനില്ല. നമ്മളെ വീട്ടിലൊക്കെ എത്ര മൂട് നെല്ലി ഉണ്ടായിരുന്നെന്നറിയാമോ, 2 ജാമ്പ ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇപ്പോൾ ഇതാ ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ നെല്ലിക്കയൊക്കെ കണ്ടപ്പോൾ വീണ്ടും ഭയങ്കര സന്തോഷം. പിന്നെ നമ്മളിപ്പോൾ ചന്തയിലൊക്കെ പോകുമ്പോഴേക്കും ഇതിങ്ങനെ വിൽക്കാനായിട്ട് കൂറിട്ട് വെച്ചിരിക്കുന്നതൊക്കെ കാണാം. അങ്ങനെ വാങ്ങിക്കാനായിട്ടും എന്തോ ഒരു മടി തോന്നി. ഈ നെല്ലിക്കയ്ക്ക് നമ്മൾ അത്ര തിന്ന് കളഞ്ഞ് നമ്മൾ മുറ്റമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കിടന്നിട്ടേ അങ്ങനെയുള്ള നെല്ലിക്കകളൊക്കെ ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങാൻ ഭയങ്കര മടി പോലെ തോന്നും. അങ്ങനെ മീനും ചോറും ഒക്കെ റെഡിയായി നമ്മളെല്ലാവരും കൂടെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അച്ഛൻ ആദ്യം കഴിച്ചായിരുന്നു, ഞാനും അമ്മയും കേശുവാണ് ഇപ്പോൾ കഴിക്കേണ്ടത്. കേശു കഴിക്കേണ്ടതെന്ന് മാത്രം കഴിക്കേണ്ടത് എന്ന് പറയണ്ട, അഭിനയിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. നേരാമണ്ണം കഴിക്കണമെന്നുമില്ല. ഇന്നത്തെ ഒരു ദിവസം കേശു അങ്ങനെ ആഹാരം കഴിച്ചിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായിരുന്നു കേശുവിൻ്റെ പരിപാടി. എവിടെയെങ്കിലും പോയാലോ കളിക്കാൻ ആളുണ്ടെങ്കിലോ പിന്നെ കേശുവിന് ആഹാരം കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അങ്ങ് കളിച്ച് നടന്നോളും. ഇതിപ്പോൾ ഇവിടെ ആദ്യനെ നോക്കിയിരിക്കുകയാണ്, ആദ്യം എപ്പോൾ വരും ആദ്യം ഇപ്പോൾ വരുമെന്ന്. അവർ വന്നപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേശു ഇങ്ങനെ അവരെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കും ഇവിടെ നിൽക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. രണ്ടും കൂടെ വന്നാൽ ഭയങ്കര കളിയും അടികൂടലുമാണ്. പിന്നെ 100 പരാതിയും കൊണ്ട് 2 ആളും വരികയും ചെയ്യും. പക്ഷേ കാണാതിരുന്ന ഭയങ്കര വെപ്രാളവുമാണ്. അങ്ങനെ ഞാൻ ചോറും അതുപോലെ തന്നെ മരിച്ചിനിയും ചൂരമീനും ഇന്നലത്തെ കൊഴിയാള മീനും പിന്നെ ചീരത്തോരനുണ്ടായിരുന്ന അത് എല്ലാം കൂടെ ആയിട്ട് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രുചിയായിരുന്നു. എല്ലാം കൂടെ കഴിച്ചപ്പോഴേക്ക് അച്ഛനും അമ്മയ്ക്കും അടുത്ത ഡ്യൂട്ടി തുടങ്ങി. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മ അവിടെ ഉണ്ണിയപ്പം പൊരിക്കുന്നുണ്ട്, അച്ഛൻ അവിടെ ചിക്കൻ പൊരിക്കുന്നുണ്ട്. 2 ആളും അവിടെ നല്ല ബിസിയാണ്. അപ്പോഴേക്ക് ഇതാ അവരെല്ലാവരും എത്തി സാധനങ്ങളൊക്കെ വാങ്ങിച്ചും കൊണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ടോപ്പില്ലേ 49 രൂപയ്ക്ക് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണെന്ന്. ഞാനാണെങ്കിൽ ഹൈപ്പറിൽ പോയാൽ ആ 2nd ഫ്ലോറിൽ കയറുന്ന പരിപാടിയേ ഇല്ല. ഇവൾ വാവച്ചി എപ്പോൾ വന്നാലും അവൾ അവിടെ പോയി വന്നായിരിക്കും. അവിടെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വാരിക്കൂട്ടി ഇട്ടിരിക്കണം. അതിൽ ഭയങ്കര വില കുറവിൽ സംഭവങ്ങൾ കിട്ടും. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. 49 രൂപയല്ലേ ഉള്ളൂ. നമുക്ക് വീട്ടിടാനായിട്ട് ഇതൊക്കെ പോരെ. വീട്ടിടാനെന്ന് പറഞ്ഞാൽ അതിനെ കൊച്ചാക്കാനും പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ പുറത്തൊക്കെ ഇട്ടുണ്ടോ ആരറിയാൻ പോണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞായിരുന്നു, ഞാൻ എനിക്ക് 100 രൂപ തരാം, നീ എനിക്ക് തരുമെന്ന്. അവളെന്നെ അടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ ഇനി ഓരോരുത്തരായിട്ട് ഇനി ചോറ് കഴിക്കുകയാണ്. കിങ്ങിണിയും ബിജിനും കൂടെയാണ് ഇപ്പോൾ ആഹാരം കഴിക്കുന്നത്. വാവച്ചിക്ക് പിന്നെ ഒന്നും വേണ്ട, അവൾ ഭയങ്കര ഡയറ്റിങ്ങിലാണ്. അതുകൊണ്ട് അവൾക്ക് ചോറ് അയ്യോ ഒത്തിപ്പൂരം മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിള്ളേരെ കണ്ടില്ലേ. അപ്പോൾ ആദ്യം കണ്ടപ്പോഴേക്ക് കേശുവിന് സന്തോഷം, കേശുവിനെ കണ്ടപ്പോഴേക്ക് ആദ്യക്ക് സന്തോഷം. അങ്ങനെ കേശു ആ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ അവിടെ കോരി വെച്ചിരുന്ന ചോറ് ഒത്തിപ്പൂരം വന്ന് കൈയൊക്കെ ഇട്ട് വരണുണ്ട്. കഴിക്കാനൊന്നുമല്ല. അങ്ങനെ അവർ വന്നപ്പോഴേക്ക് എനിക്ക് ഒരു ടോപ്പ് എടുത്തുകൊണ്ട് വന്നായിരുന്നു. നീ കഴിക്കണ്ടേടാ അതില്ലേ ചായ പിന്നെ നീ അങ്ങനെ നിന്നോടാ. അങ്ങനെ അവിടെ നനങ്ങി പോരുത്. അമ്മ ആ ചട്ടം പഴിപ്പിച്ച് ഇങ്ങോട്ടാണ് അവിടെ നനങ്ങുന്നു. ഇവിടെ നിന്ന് നീ പോണത് വരെ ഈ നിൽക്കുന്നില്ലേ. ചട്ടം പഴിപ്പിച്ച് ഇപ്പഴെ പോകാനെന്ന് ഒന്നും പറഞ്ഞ് ഇപ്പോഴത്തെ പിള്ളേരുടെ നല്ല അനിയൻകുട്ട അവിടെ നിന്ന് അനങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അമ്മയ്ക്കൊരു പണി കൊടുത്താലേ പറ്റുള്ളൂ.
ഭയങ്കര പണിക്കാരന്മാര് നല്ല കിട്ടുമ്പം ഓരോരുത്തരും ഇന്നലെ കിട്ടി. ഇപ്പോഴത്തെ പിള്ളേരെ വിരട്ടാന്ന് വെച്ചാൽ അവർക്ക് ഒരു കൂസരം കാണൂല. വിരട്ടണം നമ്മൾ അവസാനം വിരട്ട് പേടിച്ചിരിക്കാവുമ്പോൾ ആക്ഷൻ കാണുമ്പോഴേക്ക്. അങ്ങനെ അമ്മ ഉണ്ണിയപ്പം എന്താ അവിടെ പൊരിച്ച് തട്ടണുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെ കുറേ പ്രാവ് വരും കേട്ടോ. അവിടെ എന്തൊരു കഴിക്കാനുണ്ടെന്ന് അറിഞ്ഞൂടെ. ഞാൻ എപ്പോഴും ചോദിക്കും എന്തിനാണ് ഈ പ്രാവ് വരണത്. അമ്മ പറഞ്ഞിട്ട് ചിലപ്പോൾ പുല്ലൊക്കെ അവിടെ വെട്ടിക്കളഞ്ഞപ്പോഴേക്ക് അതിൽ ചെറിയ വല്ല അരിമണികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. നിറയെ പ്രാവാണ്, എപ്പോൾ നോക്കിയാലും പ്രാവ് കാണും അവിടെ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇവിടെ കഴിക്കണതേ ഉള്ളൂ. അച്ഛൻ ദാ ചിക്കൻ പൊരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സമയത്ത് അച്ഛൻ നമ്മളെന്നും അടുപ്പിക്കൂല. നമ്മൾ ചോദിച്ചാലും ഒരു ചിക്കൻ തരാൻ പറഞ്ഞാലും അച്ഛൻ തരൂല. എപ്പോഴെങ്കിലും ഉപ്പ് നോക്കാനെന്നും പറഞ്ഞൊക്കെ തരും. ഞങ്ങളവിടെ കിടന്നങ്ങ് കറങ്ങിയാണ്. ഇത് കണ്ടില്ല, ഇതാണ് എനിക്ക് അവൾ വാങ്ങിക്കൊണ്ട് തന്ന ടോപ്പ്. അല്ല മീഡിയം ടൈറ്റോ. എനിക്ക് കണ്ട കൈയൊക്കെ കണ്ട, അത് ഷോൾഡറും കണ്ട. എന്റെ പൊന്നെ കേശോ, എടാ അഖിലേ നീ ഒന്ന് ചുമ്മാ നിൽക്കുന്നത്. കുട്ടപ്പോയ നീ അവിടെ എന്തിനാ ചെയ്യണത് അടക്കറി ഇരുന്നും കൊണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ ഈ ഓർഗാൻസ് എനിക്ക് കൊള്ളാം മക്കളെ. ഇത് അളിയനാ, ചേച്ചി ഇത് ഇട്ട് നോക്ക്. അങ്ങനെ അത് മറ്റേ ഓർഗാൻസ മെറ്റീരിയലിലെ ടോപ്പായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ നാളുകൊണ്ട് അത് വാങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളത് വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ ഞാനത് ഇട്ടപ്പോഴേക്കും എല്ലാവരും എന്നെ കളിയാക്കണതാണ്, അത് കൊള്ളൂല എന്ന് പറഞ്ഞിട്ട്. നല്ല രസമുണ്ടായിരുന്നു ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ അമ്മ ഉണ്ണിയപ്പം പൊരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇടയ്ക്ക് എന്നാലും നമുക്ക് തരും. അച്ഛനാണെങ്കിൽ നമ്മൾ ആരെയും അടുപ്പിക്കൂല അവിടെ. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ നമ്മളങ്ങനെ ഉപ്പ് നോക്കാനും അതിൻ്റെ ടേസ്റ്റ് നോക്കാനുമായിട്ട് അമ്മ ഓരോന്ന് തരണതാണ്. നമ്മളെല്ലാം അതിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കഴിക്കാൻ വേണ്ടി. അങ്ങനെ കഴിച്ചൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ അമ്മയെ സുഖിപ്പിക്കാനും പറ്റൂലല്ലോ, അത്ര കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും അവർ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ അവരുടെ വീട് ഇവിടെ നിന്ന് തൊട്ട് താഴെ തന്നെയാണ്. അവർ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞില്ലേ, അവരുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവരൊക്കെ നാട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും ഇതുപോലെ ഡ്രസ്സൊക്കെ വാങ്ങി ഇവർക്കും കൊണ്ടു കൊടുക്കും. അപ്പോൾ തിരിച്ചതുപോലെയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് അവരുടെ കുറേ ഫ്രണ്ട്സിനും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പേർക്ക് അവരുടെ അത്രയും വേണ്ടപ്പെട്ടവർക്കുള്ള ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത്, പിന്നെ അവർക്കും 1-2 ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. അതൊക്കെ ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ഇനി ഇതും കൊണ്ട് അങ്ങ് താഴെ പോകണം. ഇനി അവർ രാത്രിയായിരിക്കും ഇങ്ങോട്ട് കയറി വരണത്. അങ്ങനെ 32 ദിവസം അവളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോയതുപോലെ അത്രയും ദിവസങ്ങൾ ഇന്നലെ വന്നതുപോലെയാണ് തോന്നുന്നത്. അതിനിടയ്ക്ക് ഇതാ പോവാറായി. അപ്പോൾ അമ്മയ്ക്കൊക്കെ നല്ല വിഷമമുണ്ട്, കാരണം എപ്പോഴും അവളവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് അതൊക്കെ ഒന്ന്, പിന്നെ ആ ഒരു ഭയങ്കര പാടക്കെട്ടായിരുന്നു, അതുകൊണ്ട് പോകാനായിട്ടും പാടായിരുന്നു ആ സ്കൂട്ടറിൽ. അങ്ങനെ ബിജിൻ പറഞ്ഞതാണ് അവൻ കാറിൽ കൊണ്ടാക്കി കൊടുക്കാൻ, തൊട്ടപ്പുറത്ത് തന്നെ. പിന്നെ അത് അപ്പുറത്ത് തന്നെയല്ലോ, അതിന് കാറിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ആ സ്കൂട്ടറിൽ തന്നെ വെച്ചുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് 2 ആളും കൂടെ അതും എടുത്ത് പോകാനായിട്ട് ഇറങ്ങി. പിള്ളേർ 2 ആളും കൂടെ അവിടെ ഭയങ്കര ബഹളമാണ്. അയ്യോ, നമുക്ക് എപ്പോഴും അടിയും കൊടുക്കാനും അവരെ വിരട്ടാനേ സമയമുള്ളൂ. 2 പേരും കൂടെ കണ്ടാൽ പിന്നെ പറയുകയും വേണ്ട, എന്തൊരു പിള്ളേരാണെന്ന് അറിഞ്ഞൂടെ.
അങ്ങനെ അവർ പോയി. അപ്പോൾ ദാ തണ്ണിമത്തൻ അമ്മ അവിടെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. കേശുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള, ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കേശു കഴിക്കും. ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിരുന്നാലും അതുപോലെ തന്നെ ചക്ക മാങ്ങ അങ്ങനെയുള്ള, അതും ഫ്രൂട്ട്സ് ഐറ്റം തന്നെ എന്തായാലും ഞാൻ എടുത്ത് പറഞ്ഞത്. പക്ഷേ ആദ്യം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. അങ്ങനെ അത് കട്ട് ചെയ്ത് പിള്ളേർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാളും കൂടെ അടി കൂടും, കൂടെ പരാതിയും കൊണ്ട് വരും, കൂടെ നമ്മളെന്തെങ്കിലും അത് കേട്ടും കൊണ്ട് നമ്മൾ ഒരാളെ വഴക്ക് പറയാനൊക്കെ ചെല്ലണമെന്നുണ്ടെങ്കിൽ അവരൊന്നാവുകയും ചെയ്യും. അങ്ങനെ പിള്ളേർ രണ്ടാളും അവിടെ ഭയങ്കര കളിയും മേളമായിട്ടൊക്കെ ഇരിക്കുകയാണ്. കേശു അവിടെ തണ്ണിമത്തൻ വീട്ടില്ല. കേശുവിന് ഭയങ്കര ഇഷ്ടമുണ്ട് തണ്ണിമത്തനും കഴിച്ച് കേശു അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അച്ഛൻ ഇവിടെ ഇതുവരെയും ചിക്കൻ പൊരിച്ച് തീർന്നില്ല. ഒരുപാട് സമയം എടുത്ത്, ഏകദേശം 1 മണിക്കൂർ കൂടുതൽ എടുത്തെന്ന് തോന്നണം. അച്ഛനാണെന്ന് വെച്ചാൽ അധികം എണ്ണ ഒഴിക്കൂല, എണ്ണ കുറച്ചൊക്കെ ഒഴിച്ച് ഭയങ്കര രീതിയിലൊക്കെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യണത്. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് അച്ഛൻ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് കഴിക്കാനായിട്ട്. അതിനുശേഷം ഇതേപോലെ കുറേ പാക്കറ്റുകളാക്കി. ഈ ഗൾഫുകാരുടെ കാര്യം അറിയാമല്ലോ, അവരെല്ലാവർക്കും അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെ കുറേ പേര് ലിസ്റ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ അതിനനുസരിച്ച് അതെല്ലാം ഉണ്ണിയപ്പം ആയിരുന്നാലും സെപ്പറേറ്റ് പാക്കറ്റാക്കി, പാക്കറ്റ് വെച്ച് പാക്ക് ചെയ്ത് വെച്ച്, ചിക്കൻ ആയാലും സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെച്ച്, അതിൽ പിന്നെ ഇപ്പോൾ ചിക്കനും ഉണ്ണിയപ്പവും കൂടെ കാണാൻ ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് ചിക്കൻ മാത്രം ചിക്കൻ അതിൽ എഴുതി വെച്ച്, അല്ലെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇത്രയും പൊതിയൊക്കെ ആക്കി. ഇതെല്ലാം അച്ഛൻ ചെയ്തതാണ്. അച്ഛൻ അതിന് കറക്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ച്, ഇത് എഴുതാൻ മാത്രമാണ് എൻ്റെ കയ്യിൽ തന്നത്, അല്ലെങ്കിൽ തരേയില്ല. ഇനി ആ അച്ചാറുകളും പിന്നെ ഇതും എല്ലാം കൂടെ അച്ഛൻ കറക്റ്റായിട്ട് ഓരോന്നിലോട്ടാക്കി അവളുടെ കൈ കൊടുത്തോളും. എല്ലാ കാര്യത്തിലും അച്ഛൻ ഇതേപോലെ തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് വലിയ ജോലിയൊന്നും കാണൂല. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചതും ഞങ്ങളങ്ങോട്ട് ചിക്കൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ കുറേ നേരം കൊണ്ട് ഞാൻ വാവച്ചിയും കൂടെ ഇങ്ങനെ കറങ്ങി നിൽക്കുകയായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഒന്നാമത് അച്ഛൻ പൊരിച്ച ചിക്കൻ കഴിക്കാനായിട്ട്. ഇതിന് മുന്നേ ഞങ്ങൾ അച്ഛൻ കാണാതെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛനത് അറിഞ്ഞില്ല. അറിഞ്ഞായോ ഭയങ്കര അതുപോലെ അത് ലാസ്റ്റ് എടുത്താൽ പോരായിരുന്നു, എന്തിനിപ്പോൾ എടുത്തെന്നൊക്കെ ചോദിക്കും. അങ്ങനെ പിള്ളേരെ അറിയിച്ച അവന്മാർ അപ്പോഴേ കിടന്ന് ബഹളം വെക്കുമെന്നുള്ളത് കൊണ്ട് ചിക്കൻ പൊരിക്കണം എന്നുള്ള കാര്യം പോലും പിള്ളേരെ അറിയിച്ചില്ല. പിന്നെ ബാക്കി ഒരു ചരം ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, അത് പോയ വഴി അറിഞ്ഞില്ല, എങ്ങോട്ടാണ് അത് തീർന്നതെന്ന് ഒരു പിടുത്തവും ഇല്ലാതെ തീർന്ന്. കേശുവും ആദ്യക്കുട്ടനൊക്കെ ചുമ്മാ അതിനെ ഇങ്ങനെ തിന്ന്, കേശു ഇത്രയും സമയമായിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ആ ഒരു തണ്ണിമത്തനും ഒരു പിടി ചോറ് മാത്രമേ ഇന്നത്തെ ദിവസം അവൻ കഴിച്ചിട്ടുള്ളൂ. പിന്നീട് ഈ ചിക്കൻ ഇങ്ങനെ കഴിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ഒരു ഉണ്ണിയപ്പം കൊടുത്തത് അതെങ്ങനെയെങ്കിലും കഴിച്ച്, അത്രേ അവൻ്റെ വയറ്റിൽ നിന്ന് പോയുള്ളൂ. ബാക്കി ചിക്കൻ ഫുള്ള് ചിക്കൻ ഇതേപോലെ കഴിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ അവർ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കരച്ചില്ല. അങ്ങനെയാണ് ഞാൻ ആ ക്യാമറ ഒന്ന് താഴ്ത്തി കൊടുത്തത്. അപ്പോൾ സന്ധ്യയായി. അങ്ങനെ വാവച്ചി അവിടെ ചായ ഇടാനായിട്ട് ഒരുങ്ങിയാണ്. ഞങ്ങളിവിടെ ചിക്കനും തിന്ന ചായയൊക്കെ കുടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ പിള്ളേരെ കണ്ടില്ലേ, ഓരോ പ്രാവശ്യം പോകും കഴിക്കും, വീണ്ടും വരും, ഓരോ പ്രാവശ്യം കൊണ്ടുപോകും കഴിക്കും. ഞങ്ങളും ചുമ്മാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പൊരിച്ചാൽ എനിക്കാണെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യണമെങ്കിൽ ഒരുപാട് എണ്ണ വേണം. പക്ഷേ അച്ഛൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും അതിൽ ഒട്ടും എണ്ണ കാണുകയുമില്ല. എന്നാൽ ആവശ്യത്തിന് എണ്ണയുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് നല്ല സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ ബിജിനാണെങ്കിൽ ഒട്ടും വയ്യ, അവൻ്റെ ഇങ്ങനെ പെടലി ഉളുക്കിയിരിക്കുകയാണ്. അവൻ എഴുന്നേക്കാനും വയ്യ, കിടക്കാനും വയ്യ, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കണം, ആ രീതിയിൽ നിൽക്കുകയായിരുന്നു. കിടന്നിട്ട് എണീക്കാൻ വയ്യ. പിന്നെ അച്ഛനാണ് പോയി പിടിച്ചൊക്കെ എഴുന്നേറ്റത്, എന്തോ ഒരു ഉളുക്ക് വീണതാണ് കഴുത്തിൽ. അങ്ങനെ മോളി ആൻറ്റിയും രാത്രിയെന്നല്ല 6 മണി കഴിഞ്ഞപ്പോഴേക്കും മോളി ആൻറ്റി എത്തിയിട്ടുണ്ട്. ആൻറ്റിക്ക് ഇവിടെ വികാസ് ഭവനിൽ ജോലിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ആൻറ്റി വന്നത്. അപ്പോൾ ഇതെൻ്റെ ട്രൈപോഡും അതുപോലെ തന്നെ റിംഗ് ലൈറ്റൊക്കെ വയ്ക്കുന്ന ബാഗാണ്. അപ്പോൾ ഞാൻ ആൻറ്റി വന്നപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്തതാണ് ഇരിക്കാനായിട്ട്. നമ്മൾ വരുമ്പോൾ ഇതുപോലെ കുറേ കിട്ടുമ്പോൾ പാഠങ്ങളൊക്കെ കാണുമല്ലോ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വരുന്നതാണെങ്കിലും ലൈറ്റും ട്രൈപോഡും അതും ഇതും ഒരു മേളമായിരിക്കും ഞങ്ങൾ വന്നാൽ. പിള്ളേരൊക്കെ കണ്ടില്ലേ, ഇപ്പോഴും ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കണതേ ഉള്ളൂ. അങ്ങനെ അവൾ ചായ ഇട്ടുകൊണ്ട് വന്നപ്പോഴേക്ക് ചായയും കുടിച്ച് ഉണ്ണിയപ്പവും കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ കേശുവിനും ആദ്യം ഇരിക്കുന്നു, അത് വേണ്ട, ചായയും ചിക്കനും മതി. അങ്ങനെ പിള്ളേർ രണ്ടാളും കൂടെ ഒരാൾ എന്തെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ അടുത്ത ആൾ അത് തന്നെ പറയും. അത് കേട്ടിട്ട് നമ്മൾ ഒരാളെ വഴക്ക് പറഞ്ഞാൽ രണ്ടാളും കൂടെ ചേർന്ന് ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. അതായിരുന്നു അവരുടെ പരിപാടി.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയായിരുന്നു. വീട്ടിൽ പോയതിന് ശേഷം പിന്നെ 10 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. 10 മണി 10:30 ആയപ്പോഴാണ് ഞങ്ങൾ വന്നത്. വന്നപ്പോഴേക്ക് ഇതാ അവർ രണ്ടാളും അനുഗ്രഹമൊക്കെ വാങ്ങിക്കാനായിട്ട് വന്ന് അവരിങ്ങനെ ദക്ഷിണയൊക്കെ തന്ന് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അവർ പോവുകയല്ലേ, അപ്പോൾ ഞങ്ങളും പോകണോണ്ട് എയർപോർട്ടിൽ. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷവും ബഹളമൊക്കെ പെട്ടെന്ന് എന്തോ ഒരു ചെറിയൊരു സങ്കടമായി. അവർ പോണതിൻ്റെ എന്തായാലും വിഷമം കാണാതിരിക്കും. അമ്മയാണെങ്കിൽ കരച്ചിലായിരുന്നു. ആ മുറിക്കകത്തിരുന്ന് അച്ഛനും അമ്മയും കൂടെ നല്ല കരച്ചിലായിരുന്നു അവിടെ ഇരുന്നിട്ട്. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി, മോളിയാൻ്റിയുടെ അനുഗ്രഹം വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് ഞങ്ങളെയും വിളിച്ച്. ഞങ്ങളാണല്ലോ ഉള്ളതിൽ ഏറ്റവും മൂത്ത ആൾക്കാർ. തലമൂത്തവരിനി അടുത്ത ജനറേഷനിൽ തലമൂത്തത് ഞങ്ങളാണല്ലോ. അപ്പോൾ ഞങ്ങളുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് അവരിതാ പോവുകയാണ്. ഇനി 1 വർഷം വെയിറ്റ് ചെയ്യണം അവളെ കാണാനായിട്ട്. ഇനി മിക്കവാറും ഇപ്പോഴാണ് ഓണത്തിന് വന്നത്, അല്ലെങ്കിൽ ഓണത്തിനല്ല, അതിന് മുന്നേ ആയിരിക്കും വരണത്. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് ഇനിയും ഓണത്തിന് വന്നാൽ മതിയെന്ന്. ഓണത്തിന് വന്നപ്പോൾ ആ ഒരു ഓളം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വാ നീ. കൊച്ചു വിചാരിച്ച് നീ എപ്പോഴും അവനെ പാക്കിങ്. അവർ ദക്ഷിണയൊക്കെ തന്ന അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് അവർ രണ്ടാളും അങ്ങ് അവരുടെ വീട്ടിൽ പോയി. അവിടെ നിന്നാണ് അവർ എയർപോർട്ടിലോട്ട് വരണത്. അപ്പോൾ അവിടെ നിന്ന് അഖിലിൻ്റെ അമ്മയും കുഞ്ഞമ്മയും അവരെല്ലാവരും ഉണ്ട്. അവരാണ് അവരെ എയർപോർട്ടിലോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ അവർ കൂടെ പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ അതാ അമ്മയ്ക്ക് അറിയാമല്ലോ, അമ്മയ്ക്ക് ഭയങ്കര സങ്കടം, അച്ഛനും അങ്ങനെ തന്നെ. അപ്പോൾ ഞാനത് അമ്മാമ്മയും അപ്പാപ്പനും അവിടെ ഇരുന്ന് കരയണമെന്ന് പറഞ്ഞിട്ട് രണ്ടാളെയും കൂടെ അകത്തോട്ട് കയറ്റി വിട്ടതാണ്. ഇനി വാവച്ചിയും ബിജുനും അവരെ കൊണ്ട് എയർപോർട്ടിലാക്കിയിട്ട് അവരങ്ങ് ആറ്റിങ്ങിൽ പോകും. അവർക്ക് ഇന്ന് പോകണം, നാളെ അവർക്ക് പഠിപ്പിക്കാൻ പോകണം. അവൾ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നാളെ ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇന്ന് തന്നെ പോകണം. അപ്പം ഞങ്ങളിതാ കൊണ്ടാക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വാവച്ചിയും ബിജനും അവരുടെ കാറിൽ, കിങ്ങിണിയും അഖിലും അവരുടെ കാറിൽ, നമ്മൾ നമ്മുടെ കാറിൽ അങ്ങനെയാണ് പോണത്. കേശു ഇന്നേ വരെ എയർപോർട്ടിൽ പോയിട്ടില്ല. കേശു ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ പോണത്. അപ്പോൾ കേശുവിനായിരുന്നു ബഹളം ഫുള്ള്. അവൾ ചോദിച്ചായിരുന്നു മക്കളെ കുഞ്ഞെ കൊണ്ടാക്കാനായിട്ട് എയർപോർട്ടിൽ വരൂലേന്ന് ചോദിച്ച സമയം തൊട്ട് കേശുവിന് പോകണം ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ നല്ല മഴയായിരുന്നു. നല്ല മഴയെന്ന് പറഞ്ഞാൽ തകർത്ത് പെയ്യണം മഴയായിരുന്നു. ഞങ്ങൾ പോയപ്പോഴേക്ക് കേശുവിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. പക്ഷേ കേശു വിചാരിച്ച പോലുള്ള കാര്യങ്ങൾ നടന്നില്ല. കേശു വിചാരിച്ചത് ചെല്ലുമ്പോഴേക്ക് ഇതൊക്കെ കാണാൻ നിന്ന് ചില പ്ലെയിനൊക്കെ കാണാം, ഇവർ ഫ്ലൈറ്റിൽ കയറി പോണതൊക്കെ കാണാൻ പറ്റും എന്നൊക്കെയാണ് കേശുവിൻ്റെ ഒരു വിചാരം. പക്ഷേ അതൊക്കെ നടക്കാത്തത് കൊണ്ട് കേശുവിന് നല്ല വിഷമമുണ്ടായിരുന്നു. മോൻ ആകെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അവർ പോകും കേട്ടോ. അങ്ങ് വെള്ളിയാഴ്ച രാത്രി 1 മണിക്കായിരുന്നു അവരുടെ ഫ്ലൈറ്റ്. അപ്പോൾ അവരിതാ എല്ലാവരോടെയും യാത്രയൊക്കെ പറഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അറിയാമല്ലോ, പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും സങ്കടവും വിഷമവും ഒക്കെ ആയിരിക്കും. പിന്നെ അത് അവരുടെ അടുത്ത് കാണിക്കാനും പറ്റില്ലല്ലോ. അവർ നല്ലൊരു കാര്യത്തിനല്ലേ പോണത്. അവരുടെ ഫ്യൂച്ചർ എന്താ പറയാനായിട്ട് ഫ്യൂച്ചർ കുറച്ചും കൂടെ സെറ്റിലാക്കാനല്ലേ അവർ പോണത്. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് ഇമോഷണലാക്കി ഒന്നാമത് പോകണം. അവർക്ക് നല്ല വിഷമമായിരിക്കും. പിന്നെ രണ്ടാളും കൂടെ ഒരുമിച്ചുള്ളത് കൊണ്ട് അത്രയും വലിയ വിഷമം അവർക്ക് കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ അവരുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ചേട്ടനൊക്കെ ഗൾഫിൽ പോകുന്ന സമയത്ത് അയ്യോ ഒറ്റയ്ക്കല്ലേ, ഒരാളവിടെ ഒരാളിവിടെ. ഇവർക്ക് പിന്നെ ആ ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെ സന്തോഷമായിട്ട് അവർ യാത്രയാവുകയാണ്. അപ്പോൾ ഞങ്ങളാരും ആ ഒരു വിഷമമൊന്നും കാണിക്കണില്ല. എല്ലാവർക്കും വിഷമമുണ്ട്, പക്ഷെ അത് കാണിച്ചാലും പറ്റില്ലല്ലോ. അങ്ങനെ അവരിനി 1 വർഷം കഴിഞ്ഞായിരിക്കും അവരെ കാണാനായിട്ട് പറ്റണത്. അപ്പോൾ
32 ദിവസം കുറേ നല്ല ഓർമ്മകളുണ്ട്. നല്ല രസമായിരുന്നു ഓണവും കാര്യങ്ങളും. ഇടയ്ക്ക് കുറച്ച് വിഷമം വന്നത് അമ്മയ്ക്ക് വയ്യാതായപ്പോഴായിരുന്നു. ഇപ്പോൾ അമ്മയും അതിൽ നിന്നൊക്കെ റിക്കവറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഒരു പ്രശ്നമില്ല. ദൈവം സഹായിച്ച് എല്ലാം നല്ലതായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തിനാ പറഞ്ഞു ഫോൺ പിടിക്കണത് രണ്ടുപേരും കൂടി